എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായം തുടരാൻ സിനഡ് തീരുമാനം. ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി രൂപതയിൽ പ്രാബല്യത്തിൽ വരുത്താൻ മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാപ്പോലീത്തൻ വികാരിയും സിനഡ് ചുമതലപ്പെടുത്തി. കാലങ്ങളായി മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കേവലം മതവിഷയം മാത്രമാക്കി ചുരുക്കുന്ന വർഗീയ അജണ്ടകൾ ദൗർഭാഗ്യകരമെന്നും സീറോ മലബാർ സിനഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, വിശദാംശം. ഈ മാസം 18-ാം തീയതിയാണ് സീറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം ആരംഭിച്ചത്. ഇന്നാണ് സിനഡ് സമ്മേളനം അവസാനിച്ചത്. ഈ സിനഡ് സമ്മേളനത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ നിലവിലുള്ള സമവായം തുടരാനുള്ള തീരുമാനമായിട്ടുള്ളത്. ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം തുടരുമെന്നാണ് തീരുമാനം. ഒപ്പം തന്നെ തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ ഞായറാഴ്ചകളിലും മറ്റു കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന അർപ്പണ രീതി എന്ന രീതിയിൽ തന്നെയാകും മുന്നോട്ട് പോകുക. ഈ ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി എറണാകുളം അങ്കമാലിയിൽ അതിരൂപതയിൽ കൂടി കൊണ്ടുവരാനാണ് സീറോ മലബാർ സഭയുടെ തീരുമാനം. അതിനായി മേജർ ആർച്ച് ബിഷപ്പിനെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള മെത്രാപ്പോലിത്തൻ വികാരിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സിനഡിൽ മതസ്വാതന്ത്ര്യം ഭാരതത്തിന്റെ അനിവാര്യ ഘടകമെന്ന് സീറോ മലബാർ സഭ പറയുന്നുണ്ട്. കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ നടന്ന അതിക്രമം സീറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി മിഷനറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ കേവലം മതവിഷയം മാത്രമാക്കി ചുരുക്കുന്ന വർഗീയ അജണ്ടകൾ ദൗർഭാഗ്യകരമെന്നാണ് സീറോ മലബാർ സഭ പറഞ്ഞിട്ടുള്ളത്. അൽമായർക്കും സമർപ്പിതർക്കും സഞ്ചാര സ്വാതന്ത്ര്യം പോലും പലയിടങ്ങളിലും നിഷേധിക്കപ്പെടുന്നതും മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും സിനഡാനന്തര സർക്കുലറിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ പ്രശ്നങ്ങൾ, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ സീറോ മലബാർ സഭയുടെ സിനഡിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സമവായം എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട കുർബാന തർക്കമാണ് പ്രധാനമായും സിനഡിൽ ചർച്ചയായത്. ഈ നിലവിലുള്ള സമവായം തന്നെ തുടരാനാണ് നിലവിൽ സിനഡ് തീരുമാനിച്ചിട്ടുള്ളത്. അജി, ശരി.